ഇനി പെണ്ണിന്റെ സഹോദരൻ വന്ന് ചെറുക്കനെ സ്വീകരിക്കേണ്ടതാണ്. അത് തിരുമേനി പെണ്ണിന് സഹോദരനായിട്ട് ആരെയില്ല, സ്വന്തം സഹോദരൻ വേണ്ട, സഹോദരനെ പോലുള്ള ആരെങ്കിലും ആയാലും മതി. എന്നാ മോനെ വിശ്വ, നീ വേടാ. ഞാനോ? നീ ചെല്ലു മോനെ. त्यागराजनुत परमेशनुत गीत भवजलधिपोत धरणिकुल संजात त्यागराजनुत सीता कल्याण वैभोगमे रामा कल्याण वैभोगमे सीता कल्याण वैभोगमे എടി ഹൃദയടാനടി ഹർഷന്റെ കൂടെ ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചതാ. അവര് നല്ല കമ്പനിയാന്ന് തോന്നല്ല. കണ്ടില്ല ഹർഷടൻ ചിരിക്കുന്നതൊക്കെ. എടി അത് ഹർഷന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാ. ഓ ആണോ?
പക്ഷെ ഹർഷനുമായിട്ട് നല്ല കമ്പനിയാന്ന് തോന്നുന്നല്ലോ. അവക്കാണെങ്കിൽ നമ്മുടെ ഏജാന്ന് തോന്നുന്നു. നീ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും രുദ്രേ. അതിലെന്തായാലും ഞാൻ യോജിക്കുന്നുണ്ട് രുദ്രേ. പിന്നെ ആ പെൺകൊച്ചിനെന്തോ ഹർഷന്റെ അടുത്തൊരു ചായ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. മേ ബി എന്തെങ്കിലും തോന്നുന്നതായിരിക്കും, പക്ഷെ എന്തോ ഒരു നെഗറ്റീവ് അടിക്കുന്നതേ. നീ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കും. ഒന്നാമതേ നീ ഇപ്പൊ ഹർഷന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞിട്ടില്ല, ഹർഷനെ നിന്നെ ഇഷ്ടമാണെന്ന് പോലും അറിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ എനിക്ക് അത്ര നല്ലതിനല്ലാന്ന് എന്തോ മനസ്സ് പറയുന്നു. എടോ, തന്റെ പേടി ഇപ്പൊ മാറിയോ? മാറിയോന്ന് ചോദിച്ചാ കുറച്ച് കുറവുണ്ട്. അതെന്താണോ കുറച്ച്? അതെനിക്കറിയില്ല. കല്യാണമൊക്കെ കഴിഞ്ഞു ഇനി ചേട്ടന്റെ വീട്ടിലോട്ട് കയറി നമ്മൾ ഈ കുടുംബജീവിതം തുടങ്ങുന്നത് വരെ ഈ ടെൻഷൻ എനിക്കുണ്ടാവും. തന്റെ ഈ ടെൻഷനൊക്കെ നാളെ ഒരു ദിവസം കൊണ്ട് മാറിക്കിട്ടും. എന്തായാലും താൻ ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ ഈ നിമിഷമൊക്കെ ആസ്വദിക്കും. ഇതൊക്കെ നമുക്ക് ഒരിക്കലല്ലേ വരുത്തുള്ളൂ. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഈ നിമിഷം നമ്മൾ ആസ്വദിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? പിന്നെ താൻ ക്ഷീണിച്ചോ? കുറച്ചൊക്കെ രാവിലെ മുതൽ നിൽക്കുന്നതല്ലേ, അതിന്റെ ഒരു തളർച്ച ഉണ്ട്. ആണോ? പക്ഷേ അത് മുഖത്ത് കാണുന്നില്ലല്ലോ. അതെന്താ? ഇപ്പോഴും രാവിലെ തൊട്ട് കണ്ട ആ സെയിം സ്മൈലി തന്നെ. അത് ചിരിക്കാതിരുന്ന എല്ലാരും ചോദിക്കില്ലേ, അതാ. ഞാനും ചോദിക്കും. അല്ല ശ്രീയേട്ടാ, ഈ പറയുന്ന ശ്രീയേട്ടന് ക്ഷീണമൊന്നും തോന്നുന്നില്ലേ? ഉണ്ട്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ദിവസം ഒരിക്കൽ മാത്രമല്ലേ എടുത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ക്ഷീണിച്ചിരുന്ന എങ്ങനെ ശരിയാവും? എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇന്ന് രാവിലെ മുതൽ എല്ലാം നോർമലായിട്ട് തന്നെ നടന്നു. ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞു, ഒന്നും ഒരു വിഘ്നമില്ലാതെ നല്ല രീതിയിൽ തന്നെ എല്ലാം അവസാനിച്ചില്ലേ. എന്താ അതില് വിഷമമുണ്ടോ? ഈ സാരിയില് താൻ ശരിക്കും സുന്ദരിയാട്ടോ. താങ്ക് യു. വെൽക്കം മിസ്സസ് ശ്രീഷ്. ശ്രീയേട്ടാ മതി, എനിക്ക് എന്തോ പോലാവുന്നു. താൻ ഇനി ഇങ്ങനെ വാങ്ങിച്ച എങ്ങനെ ശരിയാവുന്നു? നമ്മുടെ കല്യാണവും കഴിഞ്ഞു. അതല്ല, പെട്ടെന്ന് നടന്നല്ലേ നമ്മുടെ കല്യാണം. അപ്പം എല്ലായിട്ടും ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും, അതാ. അതേ നാം പേടിക്കണ്ടല്ലോ. ഈ ഹസ്ബൻഡ് എന്ന ടൈറ്റില് എനിക്കും പുതിയതല്ലേ. കല്യാണ ചെക്കനും പെണ്ണും വന്ന് ഇനി നിങ്ങളെ കുറച്ചൊറ്റേക്കുള്ള ഫോട്ടോസ് എഴുതാം. അമ്മ നീ ഇവിടെ നിൽക്കുമായിരുന്നു. എടി അനുവിനൊരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കൊടുത്തേ, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. അമ്മേ, അമ്മ നോക്കോ, ഞാൻ എടുത്ത് കൊടുത്തോളാം. ഈ അനുശേഷി എത്തപ്പെടാ.
എന്നാ പിടിക്ക്. എനിക്ക് വേണ്ട. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചതല്ല, ഇത് പിടിക്കാനോ പറഞ്ഞത്. അല്ല ഇതെന്തിനാ? സാധാരണ ജ്യൂസ് കൊണ്ട് എന്താ ചെയ്യുന്നേ? കുടിക്കാനല്ല, അതെന്തിനാ? അതിന് ഞാൻ ജ്യൂസൊന്നും ചോദിച്ചില്ലല്ലോ. നീ ചോദിച്ചാൽ ഞാൻ തരത്തില്ല. അല്ലെ തന്നെ എന്നെ ഓർഡർ ചെയ്യുന്ന കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ല. ഓഹോ, ചിരിക്കാനൊക്കെ അറിയായിരുന്നല്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ല വിശ്വ? ഇല്ല, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഹർഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക. ഈ ഫംഗ്ഷൻ മുഴുവൻ കഴിഞ്ഞിട്ട് ആദ്യം നീ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ, വീട്ടിൽ പോയി ഉറങ്ങും. ഓ, ഞാൻ കുറച്ചൊരു റൊമാൻറ്റിക് ആൻസർ പ്രതീക്ഷിച്ചു. അതെ, നീ പ്രതീക്ഷിച്ച ആളെ തെറ്റിപ്പോയി. ഞാനേ ഹർഷനാ. ഹർഷൻ എന്തോന്നു, മനുഷ്യനല്ലേ? നീ ഓക്കെ അല്ലേ? അതെന്താ? അറിയില്ല, പിന്നെ എനിക്കെന്തോ അങ്ങനെ തോന്നി. അത് നിനക്ക് തോന്നിയതാവും. എന്തായാലും നീ എഴുന്നേറ്റ് വന്നാൽ നമുക്ക് പോയി കഴിക്കാം. ഇപ്പോഴോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാടാ. എന്റെ കൂടെ എനിക്ക് വിളിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. അല്ലേ തന്നെ എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്. അയ്യോ, എന്നാ നീ പൊക്കോ. കൺട്രോൾ എന്നെ ഒന്നും വിളിച്ച് എന്നേക്കില്ലേ. വേണ്ടി വന്നാൽ ഞാൻ പിടിച്ച് തിന്നൊക്കെ ഇരിക്കും. എന്നാ ശരിയല്ല, ഞാൻ പോട്ടെ, പോയി കഴിച്ചിട്ട് വരാം. ഇതെന്റെ കാര്യം. നീ ആയിരുന്നു? നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എപ്പോഴൊക്കെ പോയിരുന്നു നീ? ഓ ആണോ? ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയേക്കുവായിരുന്നടി. നിന്റെ അമ്മ പറഞ്ഞു പോയി കഴിച്ചോളാം. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ആന്റി ഒത്തിരി നിർബന്ധിച്ചെന്നെ. ഞാൻ ഇല്ല, നിന്റെ കൂടെ കഴിക്കാന്ന് വിചാരിച്ചിരുന്നതാ. പിന്നെ അതുമല്ല, എനിക്ക് നേരത്തെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓ ആണോ? നീ ചേട്ടൻ ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുത്തില്ലല്ലോ? ഇല്ലടി, എടുത്തില്ലായിരുന്നു. ഞാൻ നേരത്തെ പോയപ്പോ അവിടെ നിറയെ ആൾക്കാരായോണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടങ്ങ് പോകുന്നു. എന്നാ നീ ഇപ്പൊ ചെല്ലു, ഇപ്പൊ ഇവിടെ ആളോളവാ. ഇപ്പൊ ചെന്നാ എടുക്കാൻ പറ്റും. ആടി എടുക്കാം. പിന്നെ അമ്മ നിന്നോട് ഞാൻ പറയണമെന്ന് വെച്ചാൽ എന്ത് രസമാടി എന്നതിനെ കാണും. നിനക്ക് ഡ്രസ് ഉണ്ടല്ലോ, ശരിക്കും ചെയ്യുന്നുണ്ട്. ഓ ആണോ? കുറെ പേര് എന്നോട് പറഞ്ഞായിരുന്നു ഈ ഡ്രസ് എനിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടത്. പിന്നെ അതുമല്ല, എന്റെ ചേച്ചിയെ മേക്കപ്പ് ചെയ്യാനുള്ള ചേച്ചിയാണ് എന്നെ ഒരുക്കിയത്. പിന്നെ എന്റെ സ്വന്തം ചേച്ചിയെ കല്യാണമാണല്ലോ, അപ്പൊ ഒന്ന് അറിഞ്ഞ് ഒരുങ്ങിയേക്കാന്ന് ഞാനും ഒന്ന് കരുതി. നീയും വിശ്വാസനും സെയിം കളറിലെ ഡ്രസ്സാണല്ലോ ഇട്ടേക്കത്? അതെ, ഞങ്ങൾ ഒരുപോലത്തെ കളറിലാ വാങ്ങിച്ചതാ. അതെനിക്ക് തോന്നി. ഇത് സത്യം പറയട്ടെ, ഇപ്പൊ നിങ്ങളെ കണ്ട കപ്പിൾസിനെ പോലെ തോന്നി. ഓ റിയലി? ജിത്ത് കേട്ടല്ല. അമ്മ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സെറ്റ് ആയിക്കോട്ടെ. നീ ഒന്ന് വിശ്വസിച്ച് നോക്കി. ആരാടി അമ്മേനെപ്പോലെ ഒരുത്തനെ ഭർത്താവായിട്ട് ആഗ്രഹിക്കാത്തത്? എന്ത് ലുക്കാ! കൂടാതെ ചങ്കുറ്റത്തിന് അതുമുണ്ട്. പിന്നെ നീ ആവുമ്പോ നിന്നെ പൊന്നു പോലെ നോക്കുകയും ചെയ്യും. ഒന്ന് പോയിടി. നിന്റെ സ്ഥാനത്ത് ഞാൻ വല്ലതും ആയിരിക്കണം. ഇപ്പൊ വളച്ചെടുത്ത് കുപ്പിയിലിട്ട് ചോദിച്ചാ മതി. എന്നാ പിന്നെ നിനക്ക് നോക്കിക്കൂടെ? ഇപ്പോഴും സ്ഥാനമാണെന്ന് വെച്ചിട്ട് അതിനൊരു ചാൻസ് ഇല്ലാതില്ല. ഒന്ന് ട്രൈ ചെയ്യുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യും.